നിങ്ങളുടെ ഐഫോൺ എല്ലാം ഏതെങ്കിലും കള്ളന്മാരെല്ലാം എടുത്തു കൊണ്ടുപോയി ഇങ്ങനെ നഷ്ടപ്പെട്ട ഐഫോൺ തിരിച്ചു കിട്ടണമെങ്കിൽ ഇതിന് നമ്മൾ നിർബന്ധമായും നേരത്തെ തന്നെ കുറച്ച് സ്റ്റെപ്പുകളെല്ലാം ചെയ്തിരിക്കണം. അതായത് നമ്മുടെ ഐഫോണിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഈ കുറച്ച് സെറ്റിംഗ് എല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഐഫോൺ എല്ലാം ഭാവിയിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, എന്തെല്ലാം സെറ്റിംഗ് ആണ് നമ്മൾ നിർബന്ധമായും ഐഫോണിൽ സെറ്റ് ചെയ്യേണ്ടത് എന്നെല്ലാം നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിംഗ്, ഇത് നമ്മുടെ ഐഫോണിൻ്റെ സെറ്റിങ്സിലാണ് നമ്മൾ ആദ്യം പോകേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഫേസ് ID ആൻഡ് പാസ്കോഡ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി നമ്മുടെ പാസ്കോഡ് അല്ലെങ്കിൽ ഫേസ് ID എല്ലാം കൊടുത്ത് ഇതിൽ ലോഗിൻ ചെയ്യുക. ഇനി താഴേക്ക് വരുമ്പോഴാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അലോ ആക്സസ് വെൻ ലോക്ക്ഡ് എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഐഫോൺ എല്ലാം തന്നെ ഇപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി അല്ലെങ്കിൽ കള്ളന്മാരെല്ലാം എടുത്തതിന് ശേഷവും അവർക്ക് നമ്മുടെ ഈ ഒരു പാസ്വേഡ് ഒന്നും അറിയില്ലെങ്കിൽ കൂടി ഇവിടെ ജസ്റ്റ് താഴേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഈ കൺട്രോൾ സെൻറ്റർ എല്ലാം തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. അതിനാൽ തന്നെ അവർക്ക് ഇവിടെ നിന്നും ഈ ഒരു എയർപ്ലെയിൻ മോഡിലെല്ലാം ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഈ ഒരു ഐഫോൺ ട്രാക്ക് ചെയ്യാനൊന്നും സാധിക്കില്ല. കാരണം ഇതിൻ്റെ വൈഫൈ കണക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഡാറ്റ എല്ലാം തന്നെ ഓഫാകും. അപ്പോൾ ഇത് ഈസിയായി നമുക്ക് ട്രാക്ക് ചെയ്യാനൊന്നും സാധിക്കാത്ത അവസ്ഥ വരും. അതിനാൽ തന്നെ നമുക്ക് അലോ ആക്സസ് വെൻ ലോക്ക്ഡ് എന്നതിൽ നിന്നും ഈ ഒരു കൺട്രോൾ സെൻറ്റർ ആക്സസ് എല്ലാം ഒഴിവാക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ആവശ്യമില്ലാത്തതെല്ലാം ടേൺ ഓഫ് ചെയ്യാനാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ സിറി ആയാലും ഇതെല്ലാം തന്നെ ലോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇതെല്ലാം തന്നെ ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനാൽ തന്നെ നമ്മുടെ പാസ്വേഡ് ഒന്നും ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു കാര്യമൊന്നും തന്നെ പിന്നീട് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി നമ്മുടെ ഐഫോണിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ലൊക്കേഷൻ സർവീസ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ ലൊക്കേഷൻ സർവീസ് എല്ലാം ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ഷെയർ മൈ ലൊക്കേഷൻ എന്ന ഓപ്ഷൻ, ഇത് ഫൈൻഡ് മൈ ഐഫോൺ ഇത് ഓൺ തന്നെയല്ലേ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഫൈൻഡ് മൈ നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വയ്ക്കുക. സെൻഡ് ലാസ്റ്റ് ലൊക്കേഷൻ ഇതുകൂടി നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ കാര്യമെല്ലാം നമുക്ക് ഫൈൻഡ് മൈ ഡിവൈസ് എന്ന ഓപ്ഷനിൽ വരുന്ന കാര്യങ്ങൾ ഓൺ ചെയ്ത് വെക്കുന്നത് ഇത് നമുക്ക് ട്രാക്കിങ്ങിനെല്ലാം ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇവിടെ ഫൈൻഡ് മൈ നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ. അതായത് ഇവിടെ കറക്റ്റായി പറയുന്നുണ്ട് ഫൈൻഡ് മൈ നെറ്റ്വർക്ക് ലെറ്റ് യു ലൊക്കേറ്റ് ദിസ് ഐഫോൺ ഈവൻ വെൻ ഇറ്റ്സ് ഓഫ്ലൈൻ. അതായത് നമ്മുടെ ഫോണെല്ലാം മോഷ്ടിച്ചയാൾ നമ്മുടെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാലും ഈ ഒരു ഫോണെല്ലാം തന്നെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കുമെന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഓപ്ഷൻ കമ്പൽസറി ആയി നമ്മൾ ഓൺ ചെയ്ത് വയ്ക്കുക. ഇനി നിങ്ങളുടെ ഐഫോൺ എല്ലാം എടുത്ത ആളുകൾക്ക് അവർക്ക് നിങ്ങളുടെ പാസ്വേഡ് എല്ലാം അറിയുമെങ്കിലും നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ഇൻഫർമേഷൻ ഒന്നും ആക്സസ് ചെയ്യാതിരിക്കാൻ നമ്മുടെ ഐഫോണിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനായി നമ്മൾ ഐഫോണിൻ്റെ സെറ്റിങ്സിൽ പോയതിനു ശേഷം സ്ക്രീൻ ടൈം എന്നതിൽ ടാപ്പ് ചെയ്ത് ഇവിടെ കണ്ടന്റ് ആൻഡ് പ്രൈവസി റെസ്ട്രിക്ഷൻസ് എന്നതിൽ ടാപ്പ് ചെയ്ത് കണ്ടന്റ് ആൻഡ് പ്രൈവസി റെസ്ട്രിക്ഷൻസ് എന്നത് ഓൺ ചെയ്യുക. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അലോ ചേഞ്ചസ് ടു എന്നതിന് താഴെയായി വന്നിരിക്കുന്ന ആദ്യത്തെ രണ്ട് ഓപ്ഷൻ. ഇവിടെ പാസ്കോഡ് ആൻഡ് ഫേസ് ID എന്നത് അലോ എന്നത് ഡു നോട്ട് അലോ എന്ന് കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷനായ അക്കൗണ്ട്സ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇതും ഡു നോട്ട് അലോ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതായത് നമ്മുടെ ഈ ഒരു പാസ്കോഡ് എല്ലാം അറിയാമെങ്കിലും ഇതിൽ ലോഗിൻ ചെയ്താൽ നമുക്ക് ഇത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ നമ്മുടെ പാസ്കോഡ് ആൻഡ് ഫേസ് IDയോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ ഇങ്ങനെയുള്ളതിലേക്കുള്ള ആക്സസ് എല്ലാം അവർക്ക് ലഭിക്കാതിരിക്കാനാണ് ഈ ഒരു സെറ്റിംഗ് എല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്കിത് ചേഞ്ച് ചെയ്യാനൊന്നും സാധിക്കില്ല. ഇനി നമ്മൾ ഇത് ബാക്ക് ചെയ്തതിന് ശേഷം ലോക്ക് സ്ക്രീൻ ടൈം സെറ്റിംഗ് എന്നത് ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇവിടെയാണ് പുതുതായി നമ്മൾ ഒരു പാസ്കോഡ് എല്ലാം കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായി ഞാൻ ഇവിടെ 0000 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്തരത്തിൽ സിമ്പിളായ പാസ്വേഡ് ഒന്നും കൊടുക്കാതെ കുറച്ച് ടഫായ ഒരു പാസ്വേഡ് എല്ലാം നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ ടൈം പാസ്കോഡിൻ്റെ ഇത് മറന്നുപോയാൽ റിക്കവർ ചെയ്യണമെങ്കിൽ അതിനുള്ള നിങ്ങളുടെ ഒരു ഇമെയിൽ ID എല്ലാം ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഞാനിത് ക്യാൻസൽ എന്ന് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ഇവിടെ ഇത് സ്കിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ബാക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഈ ഒരു അക്കൗണ്ട് ഇൻഫർമേഷൻ എല്ലാം ഡിസേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനാൽ തന്നെ നമ്മുടെ ഫോണെല്ലാം എടുത്തുകൊണ്ട് പോയവർക്ക് നമ്മുടെ പാസ്വേഡ് എല്ലാം അറിയാമെങ്കിലും ഇവിടെ നമ്മുടെ ഇൻഫർമേഷൻ ഒന്നും തന്നെ ചേഞ്ച് ചെയ്യാനൊന്നും സാധിക്കില്ല. ഈ ഒരു സ്ക്രീൻ ലോക്ക് എല്ലാം നമ്മൾ കൊടുത്തത് അറിയാവുന്നവർക്ക് മാത്രമാണ് പിന്നീട് ഇത് ചേഞ്ച് ചെയ്യാനെല്ലാം സാധിക്കുക. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഫേസ് ID ആൻഡ് പാസ്കോഡ്സ് എന്നതിൽ പോകണം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത് ലോക്കായി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നില്ല. അതിനാൽ തന്നെ ഇത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും സ്ക്രീൻ ടൈം എന്നതിൽ പോയതിനു ശേഷം കണ്ടന്റ് ആൻഡ് പ്രൈവസി റെസ്ട്രിക്ഷൻ എന്നതിൽ ടാപ്പ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഇതിനായി നമ്മുടെ ഈ സ്ക്രീൻ ടൈം പാസ്വേഡ് എല്ലാം നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ബാക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഫേസ് ID ആൻഡ് പാസ്കോഡ്സ് എന്നത് കാണുക. അതിനുശേഷം ഇവിടെ ഫേസ് ID ആൻഡ് പാസ്കോഡ്സ് എന്നതിൽ പോയി ഇവിടെ നമ്മുടെ പാസ്കോഡ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്നത്. ഈ ഒരു സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഇപ്പോൾ തന്നെ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഐഫോൺ എല്ലാം നല്ല രീതിയിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ ഫോണെല്ലാം നഷ്ടപ്പെട്ടാലും നമുക്കിത് ഫൈൻഡ് മൈ ഡിവൈസ് എല്ലാം യൂസ് ചെയ്ത് കണ്ടെത്താനും അവർക്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ് ഒന്നും തന്നെ ഫോണിൻ്റെ പാസ്കോഡ് അറിയാമെങ്കിലും ചേഞ്ച് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഐഫോണിൽ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക. അതിനാൽ തന്നെ നിങ്ങളുടെ ഐഫോൺ എല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങൾക്കിത് ട്രാക്ക് ചെയ്യാനും നമുക്കിതെല്ലാം തിരിച്ചു കിട്ടാനുമുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.